പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LBS പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതല്ലോ. എല്ലാ വിദ്യാർത്ഥികളും ചെക്ക് ചെയ്തിരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും ആശങ്കയിലുമായിരിക്കാം എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട്. എന്തെന്നാൽ കഴിഞ്ഞ ഇയറിനെ ബേസ് നോക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഡബിളായാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റേഴ്സിനെ കമ്പയർ ചെയ്ത് പറയാം. ഇതാണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ്. കാറ്റഗറിയും ഗവൺമെൻറ് കോളേജ് ആൻഡ് സെൽഫ് ഫിനാൻസ് കോളേജിൻ്റെ ഇൻഡെക്സ് മാർക്കും ഫൈനലായി ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് ലിസ്റ്റുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റേറ്റ് മെറിറ്റ്, അതായത് ഒരു റിസർവേഷനും ഇല്ലാതെ നോക്കുമ്പോൾ 295.83 ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് റാങ്ക് 2522 ആയിരുന്നു. ഇന്ന് അത് ഡബിളായിരിക്കുന്നു. വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. അതുപോലെ തന്നെ ഇഴവ, മുസ്ലിം, മറ്റ് കാറ്റഗറികൾക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ എൻജിനീയറിംഗ് ആൻഡ് മെഡിക്കൽ ഫീൽഡിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളും ഈ ഫീൽഡിലേക്ക് അപേക്ഷിച്ചിരിക്കാം. അതുകൊണ്ടാണ് അപേക്ഷ കൂടിയതും അതോടൊപ്പം റാങ്കിൽ വ്യത്യാസമുണ്ടായതും. തുടർന്ന് മറ്റു അലോട്ട്മെൻറ്റുകൾ നേരത്തെ ആവുകയാണെങ്കിൽ LBS അഡ്മിഷൻ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ LBS ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് അപേക്ഷകൾ പെൻഡിങ് ആവുകയാണെങ്കിലും റാങ്കിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യത കുറവും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, LBSൻ്റെ തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായി താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. തുടർന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാറ്റഗറിയും എക്സാം റാങ്ക് ലിസ്റ്റുമൊക്കെ കമൻറ്റുമായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഏകദേശം നൽകാവുന്നതാണ്. അതായത് കഴിഞ്ഞ ഇയർ വെച്ചാണ് നൽകാൻ സാധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.